അപ്പോൾ അത് നമ്മളെ നെക്കിൻ്റെ സെക്കൻഡ് പാർട്ടാണ് കേട്ടോ. അതായത് നെക്കിൻ്റെ ക്യാൻവാസ് കട്ട് ചെയ്യാൻ വേണ്ടി നെക്ക് റൗണ്ട് ഒന്ന് അളന്നെടുക്കുക. എനിക്ക് ഇവിടെ കിട്ടിയത് 21 ഇഞ്ചാണ് കേട്ടോ. പിന്നെ ക്യാൻവാസ് ഇത് രണ്ടായിട്ട് മടക്കിയിട്ട് ഞാൻ അടിയൊന്ന് നേരെ ലൈൻ വരച്ച് കൊടുത്തു. എന്നിട്ട് ആ അളവിൻ്റെ പകുതി മാർക്ക് ചെയ്തു. അതായത് 21ൻ്റെ പകുതി മാർക്ക് ചെയ്തു. പിന്നെ 1 ഇഞ്ച് വീതി മാർക്ക് ചെയ്തു. ഒരു ലൈന് കൊടുത്തു. എന്നിട്ട് ഇതാ നമുക്കൊരു ഷേപ്പ് ചെയ്യണം. അപ്പോൾ ഷേപ്പ് ചെയ്യാൻ എങ്ങനെ കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു ഭാഗത്തിൻ്റെ തന്നെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യുക. എന്നിട്ട് സെൻറ്ററിൽ നിന്ന് ജസ്റ്റ് ഒരു 1/4 ഇഞ്ചിൽ ഇങ്ങനെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ. താഴെവശം അതേപോലെ തന്നെ ഈ നെക്ക് വരുന്ന ഈ സെൻറ്റർ വരുന്ന അവിടെ ഒന്ന് ഷേപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കട്ട് ചെയ്യുന്ന ഭാഗം താഴെവശമാണ്. താഴെവശം എന്ന് പറഞ്ഞാൽ നമ്മൾ ടോപ്പിലോട്ട് ജോയിൻ ചെയ്യുന്ന ഭാഗം കേട്ടോ. മറ്റേ മുകൾ വശമാണ്. ഞാൻ അവിടെ ഷേപ്പ് കൊടുത്തിട്ടുണ്ട് മുകൾ വശത്ത്. പക്ഷേ ആ ഷേപ്പിനെല്ലാം കട്ട് ചെയ്ത് കുറച്ചുകൂടി ഒരു കയറ്റിയിട്ടാണ് കട്ട് ചെയ്തത് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾക്ക് വേണ്ട മോഡൽ നിങ്ങൾക്ക് ആ ഷേപ്പ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം, അവിടുത്തെ ഷേപ്പ്. ഇനി ഒരു ക്ലോത്തിലോട്ട് നമുക്ക് അയൺ ചെയ്ത് വെക്കാം. ഇത് അയൺ ചെയ്തു. ഈ മടക്കി അയൺ ചെയ്ത ഭാഗമാണ് നമ്മൾ ക്ലോത്തിലോട്ട് ജോയിൻ ചെയ്യുന്ന ഭാഗം കേട്ടോ. അപ്പോൾ അല്ലാത്ത ഈ ഓപ്പൺ ആയിരിക്കുന്ന ഭാഗം ഉണ്ടല്ലോ, അവിടെ മുകൾ വശം, ആ മുകൾ വശം നമുക്കൊന്ന് 2 ക്ലോത്തും ഒരുമിച്ച് വെച്ചിട്ട്, ഇത് 2 പീസ് വേണം കേട്ടോ ക്ലോത്ത്. അത് ഒരുമിച്ച് വെച്ചിട്ട് ക്യാൻവാസിൻ്റെ തമ്പിലൂടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് ക്യാൻവാസിലോട്ട് കയറരുത്, ക്യാൻവാസിലെ അരികിലൂടെ അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. ഈ ഒരു ഷേപ്പിൽ ഇഷ്ടമുള്ള തുണിയൊക്കെ ഒന്ന് കട്ട് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, ക്രോസ് കട്ടിങ് കൊടുക്കട്ടെ, നമുക്ക് തിരിച്ചിടാനുള്ളതാണ്. പിന്നെ താഴെവശം ഒരു വശം ഞാൻ ക്യാൻവാസിലോട്ട് മടക്കി അയൺ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതാ ഇങ്ങനെ തിരിച്ചിട്ടു. ഇനി ഒന്ന് അയൺ ചെയ്തെടുക്കുക കേട്ടോ. അയൺ ചെയ്തെടുത്താൽ നീറ്റായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ ക്യാൻവാസ് വെച്ച വശമല്ല, അല്ലാത്ത വശം ഉണ്ടല്ലോ നമ്മളെ ക്യാൻവാസ് ഇല്ലാത്ത തുണി, ആ തുണിയുടെ ആ തുമ്പാണ്. അവിടെ ഒരു 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ആ തയ്യൽ തുമ്പ് നമ്മളെ ക്ലോത്തിലോട്ട് വെച്ചിട്ട് ചീത്ത വശത്താണ് വെക്കുന്നത് കേട്ടോ. ടോപ്പിൻ്റെ ചീത്ത വശത്ത് ആ ഒരു തുണി ക്യാൻവാസ് അയൺ ചെയ്യാത്ത തുണി കേട്ടോ. 2 തുണി വെച്ചിട്ടാണ് നമ്മൾ ചെയ്തത്, നെക്ക് ചെയ്ത്. അപ്പോൾ ഇതാ പണി പാളിപ്പോയി. എൻ്റെ റൗണ്ട് അളവെടുത്തതായാലും കുറച്ച് എക്സ്ട്രാ ഉണ്ട് കേട്ടോ. പക്ഷേ ആ എക്സ്ട്രാ ഞാൻ എന്താ ചെയ്യുന്നത് നിങ്ങൾക്ക് വീഡിയോൻ്റെ ലാസ്റ്റ് കാണാം. അതാ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഒരിക്കലും നമ്മളിങ്ങനെ എന്തെങ്കിലും പിഴവ് വന്നാൽ അത് അയ്യോ പയച്ചല്ലോ വെച്ചിട്ട് നിരാശപ്പെട്ട് പോകരുത്. നമുക്ക് എന്താ ചെയ്തെടുക്കാൻ പറ്റും. ഇതിപ്പം ഒരാൾ തന്നൊന്നുമില്ല, എനിക്കൊരു ടോപ്പിനായതുകൊണ്ട് അത് ഇങ്ങനെ ചെയ്യാൻ കേട്ടോ. അതായത് ജസ്റ്റ് എക്സ്ട്രാ അവിടെ ഉണ്ടല്ലോ, അവിടെ ഒരു ബട്ടൺ വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇനി ഇതാ ഇങ്ങനെ നല്ല വശത്തോട്ട് മറിച്ചിട്ട് നമ്മളെന്തെങ്കിലും ക്യാൻവാസ് വെച്ച ഭാഗമാണ് നമ്മൾ നല്ല വശത്തേക്ക് വരിക. അപ്പോൾ അവിടെ ഒന്ന് പ്രസ് ചെയ്തിട്ട് അടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ക്യാൻവാസിൻ്റെ ഭാഗം നല്ല വശത്തോട്ട് വരുമ്പോൾ നമുക്ക് നീറ്റായിട്ട് നല്ല വൃത്തിയായിട്ട് കിട്ടും. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് കേട്ടോ. ചീത്ത വശത്ത് വെച്ചിട്ട് ആദ്യം തുണി അടിച്ചു കൊടുത്തു. ക്യാൻവാസിലുള്ള തുണി നല്ല വശത്തോട്ട് ഇങ്ങനെ അടിച്ചു കൊടുക്കും. അപ്പോൾ നല്ല നീറ്റായിട്ടും കിട്ടും. അപ്പോൾ ഇതാ ഈ എക്സ്ട്രാ ഭാഗം ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ അവിടെ ഒരു ബട്ടൺസ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ വെച്ച് കൊടുക്കാം കേട്ടോ. അത്രയേ ഉള്ളൂ, സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാ ഫ്രണ്ടിൽ സിബും കൊടുത്തിട്ടുണ്ട്, ഹൈ നെക്കും ചെയ്തു കേട്ടോ.